അപ്പോൾ ഇന്ന് ആൽജിബ്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് ഇൻഡിസസ് ആൻഡ് ലോഗറിതംസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡിസസ് അല്ലെങ്കിൽ ലോഗറിതംസ്? ഇന്നലത്തെ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 സ്ക്വയറിനെ പറ്റി 2 ക്യൂബിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 സ്ക്വയർ 2 ക്യൂബ് എന്നൊക്കെ പറയുന്ന നമ്പേഴ്സില്ലേ, ഇത് തന്നെയാണ് ഇൻഡിസസ്. അതായത് ഇൻ മാത്തമാറ്റിക്സ് ഇൻഡിസസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എക്സ്പോണൻസ് ഓർ പവേഴ്സ്, റെഫേഴ്സ് ടു ദ നൊട്ടേഷൻ യൂസ് ടു റെപ്രസെൻറ്റ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. അതായത് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിനോട്ട്സ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, എത്ര വട്ടം ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ 2വിനെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ 2⁻³ എന്നാണെങ്കിൽ 3 വട്ടം ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇൻഡിസസിൻ്റെ അർത്ഥം. അപ്പോൾ ഈ താഴെ കിടക്കുന്ന വാല്യൂവിനെ നമ്മൾ ബേസ് വാല്യൂ എന്ന് പറയും. ഈ മുകളിൽ കിടക്കുന്ന പവറിനെ നമ്മൾ ഇൻഡിസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പവർ എന്ന് പറയും. ഇതിനെ നമ്മൾ 2⁻3 2⁻2 അങ്ങനെയൊക്കെയാണ് ഇതിനെ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ a⁻n എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ a ആണ് ബേസ്, ഇവിടെ n ആണ് അതിൻ്റെ ഇൻഡെക്സ്. ഇത് കാണിക്കുന്നത് a എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. 2⁻3 എന്ന് വെച്ചാൽ 2 × 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് പവറായിട്ട് പോസിറ്റീവ് നമ്പേഴ്സ് വരികയാണെങ്കിൽ ഇങ്ങനെ വരും. അതായത് ഇപ്പോൾ 2⁻n ആണെങ്കിൽ n ടൈംസ് 2നെ മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് അർത്ഥം. അങ്ങനെ മൊത്തം n ടൈംസ്. ഇനി 2⁻0 എന്നാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇതൊരു ഡിഫൈൻഡ് വാല്യൂ ആണ്. ഇനി 2⁻ നെഗറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിൽ 2⁻−1 എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് നമ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ 2⁻−2 എന്ന് വെച്ചാൽ 1/2⁻2 എന്നാണ്. ഈ 2⁻−3 എന്ന് വെച്ചാൽ 1/2⁻3 എന്നാണ്. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് ദ നമ്മുടെ കോമൺ നോർമൽ ഇൻഡിസസ് ആണ് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 2⁻n എന്ന് വെച്ചാൽ -n എന്ന് വെച്ചാൽ 1/2⁻n, അതായത് 1/2 × 1/2 × 1/2 അങ്ങനെ n ടൈംസ്. അതായത് ഇപ്പോൾ 2⁻−3 എന്ന് വെച്ചാൽ 1/2 × 1/2 × 1/2. ഓക്കെ, അപ്പോൾ പവർ പോസിറ്റീവ് നമ്പർ ആയാൽ അതാണ് ഈ കേസ്. പവർ പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ ഉള്ളതാണ് ഈ കേസ്, 0 ആകുമ്പോൾ ഈ കേസ്, നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ ഈ കേസ്. ഇനി നമ്മുടെ പവർ ഫ്രാക്ഷനായി വരുമ്പോൾ ഉള്ളൊരു കേസും കൂടിയുണ്ട്, അതാണ് റൂട്ട് കേസ്. ഇപ്പോൾ 2⁻1/2 എന്ന് വെച്ചാൽ 2th റൂട്ട് ഓഫ് 2 എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മുടെ സാധാ റൂട്ടില്ലേ, സാധാ റൂട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 2th റൂട്ട് എന്നാണ്. അതായത് ഒരു നമ്പറിനെ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് ഈ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ 2th റൂട്ടിനെ നമ്മൾ 2 എന്ന് സ്പെസിഫിക്കലി കൊടുക്കാണ്ട് ജസ്റ്റ് റൂട്ടിനെ കൊടുക്കും. നേരെ മറിച്ച് 3th റൂട്ടാണെങ്കിൽ നമ്മൾ 3 എന്നിങ്ങനെ ചെറിയൊരു നമ്പറായിട്ട് ഇങ്ങനെ കൊടുക്കും. 3th റൂട്ട് ഓഫ് 2 എന്നാണെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ 2th റൂട്ടും 3th റൂട്ടും ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് 2th റൂട്ട് ഓഫ് 4 ആണ് 2 എന്ന് പറയുന്നത്, വിച്ച് മീൻസ് 2⁻2 = 4. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ സാധനം കിട്ടും, മനസ്സിലായോ? അതുപോലെ 3th റൂട്ട് ഓഫ് 8 ആണ് 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 2⁻3 ചെയ്താലാണ് 8 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ സാധനം കിട്ടും, ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കേട്ടാൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻഡിസസ് വരുന്നത്. പോസിറ്റീവ് നമ്പർ വരുമ്പോൾ നെഗറ്റീവ് ആൻഡ് ഫ്രാക്ഷൻ വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇതിലിനി ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇതിൽ വരുന്ന ലോസ് ഉണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മെയിനായിട്ട് വരുന്നതാണ് പ്രൊഡക്റ്റ് ലോ. അതായത് ബേസ് സെയിം ആണ്, എക്സ്പോണൻസ് വേറെ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനെ ആഡ് ചെയ്താൽ മതി. എക്സ്പോണൻറ്റ് പാർട്ടിനെ a⁻m × a⁻n = a⁻m + n. ഇനി ക്വോഷ്യൻ ലോയിൽ വരുന്നത് a⁻m / a⁻n = a⁻m - n. അടുത്ത പവർ ലോ a⁻m whole raised to n = a⁻m × n. അടുത്തത് 0 എക്സ്പോണൻ്റ് ആണ് a⁻0 = 1 എന്ന് പറയുന്നത്. ഓക്കെ, വേർ a ≠ 0 അത് ശ്രദ്ധിക്കണം. അടുത്ത നെഗറ്റീവ് എക്സ്പോണൻറ്റ് a⁻−n = 1/a⁻n. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ ഫോർമുലാസ് ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിക്കാം.
നന്നായി പഠിക്കണം. ഇത് ഇനി എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ലോഗരിതംസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതാണ് a⁻n = b എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇൻഡിസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് a⁻n ചെയ്താലാണ് b കിട്ടുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, എന്ത് ചെയ്താലാണ് എനിക്ക് b കിട്ടുക? ഓക്കെ, ടു വാട്ട് പവർ മസ്റ്റ് വി റേസ് ദ ബേസ് a ടു ഗെറ്റ് b? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിന് കിട്ടുന്ന ആൻസറാണ് ലോഗരിതം എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ log b ടു ദ ബേസ് a ഈക്വൽ ടു എന്താണ് എന്നുള്ള ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഈ log b ബേസ് a എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനെ എന്തുകൊണ്ട് പവർ ചെയ്താൽ എനിക്ക് b കിട്ടും എന്നാണ്. നിങ്ങളിവിടെ നോക്ക്, എനെ എന്തുകൊണ്ട് പവർ ചെയ്തപ്പോഴാണ് എനിക്ക് b കിട്ടിയത്, എനെ n കൊണ്ട് പവർ ചെയ്തപ്പോഴാണ് എനിക്ക് b കിട്ടിയത്. സോ ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഗ് റെപ്രസെൻറ്റേഷനാണിത്. ലോഗ് റെപ്രസെൻറ്റേഷൻ, ഈ ലോഗിൻ്റെ ആൻറ്റി ലോഗ് റെപ്രസെൻറ്റേഷനാണ് ഇത്. ആൻറ്റി ലോഗ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ലോഗ്. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ ഇട്ടും കൂടെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ 2⁻³ ആണ് 8. സോ log 8 ടു ദ ബേസ് 2 ഈസ് ഈക്വൽ ടു 3. അതായത് 2വിനെ എന്തുകൊണ്ട് പവർ ചെയ്താലാണ് എനിക്ക് 8 കിട്ടുക, 3 കൊണ്ട് പവർ ചെയ്താലാണ് എനിക്ക് 8 കിട്ടുക. ഇതാണ് ലോഗിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ലോഗ് 5 625 ഈക്വൽ ടു എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 4. അതായത് 5വിനെ എന്തുകൊണ്ട് പവർ ചെയ്താലാണ് 625 കിട്ടുക? 5⁻4 ആണ് 625. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിനെ നമുക്ക് ആൻറ്റിലോഗ് ഫോർമാറ്റിലേക്ക് എഴുതാൻ സിമ്പിളാണ്. ജസ്റ്റ് ഈ 5വിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ 4നെ 5ൻ്റെ പവറാക്കിയാൽ മതി. അതായത് ഇതിൻ്റെ ആൻറ്റിലോഗ് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ താഴെ കിടക്കുന്ന ബേസിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനത്തിൻ്റെ n-ൻ്റെ പവറാക്കി മാറ്റുക. ഇവിടെ ഉണ്ടായിരുന്ന സാധനത്തിനെ അങ്ങനെ തന്നെ എഴുതാം. സി കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആൻറ്റിലോഗ് എഴുതുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ നമുക്ക് ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് നമ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ XYZ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇതെങ്ങനെ ആൻറ്റിലോഗ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ലോഗ് റെപ്രസെൻറ്റേഷനിലേക്ക് എങ്ങനെയാണ് മാറ്റി എഴുതുക മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ log b ടു ദ ബേസ് a ഈസ് ഈക്വൽ ടു c എന്ന് തന്നാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം, സീനെ അതിൻ്റെ പവറാക്കണം. എനെ റൈറ്റിൽ കൊണ്ടുപോകണം, സീനെ അതിൻ്റെ പവറാക്കണം. ഇവിടുത്തെ ബീനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഈ സാധനത്തിനെ നമുക്ക് ഇങ്ങനെ ആക്കി എഴുതാം. ഓക്കെ, പ്ലീസ് നോട്ട്, വൃത്തിക്ക് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് കോമൺ ലോഗരിതംസ്, നാച്ചുറൽ ലോഗരിതംസ് ആണ്. ലോഗരിതംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ട കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും log x എന്നുള്ള രീതിയിലേക്കും കണ്ടുണ്ടാവുക. ഓക്കെ, അതായത് ഇവിടെ ബേസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ബേസ് കൊടുത്തില്ലെങ്കിൽ വി അസ്യൂം എന്നല്ല, ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ബേസ് 10 ആണെന്നാണ്. ഓക്കെ, നമ്മുടെ ലോഗിൽ ബേസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇവിടുത്തെ ബേസ് 10 ആണ് എന്ന്. സോ ലോഗ് ബേസ് 10 ആയിട്ടുള്ള ലോഗിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ലോഗരിതംസ് എന്ന് വിളിക്കുന്നത്. ലോഗ് ബേസ് 10, ഇപ്പോൾ ലോഗ് ബേസ് 10 ഓഫ് 1000 എത്രയായിരിക്കും? 10നെ എന്തുകൊണ്ട് പവർ ചെയ്താലാണ് എനിക്ക് 1000 കിട്ടുക? ഇതാണ് ഇതിൻ്റെ അർത്ഥം, 3. സോ ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇതിന് കോമൺ ലോഗരിതം എന്നിട്ട് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതായിരിക്കും ഇങ്ങനെ log x എന്ന് എഴുതുന്നത്. ഈ log xൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ log x ടു ദ ബേസ് e എന്നാണ്. ഓക്കെ, e എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യൽ വാല്യൂ ആണ്, 2.3 അങ്ങനെ എന്തോ സംതിങ് ആണ്. ഇത് നമ്മൾ സയൻസിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ബേസ് e ആയിട്ടുള്ള ലോഗിനെയാണ് നമ്മൾ ln x വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പേരാണ് നാച്ചുറൽ ലോഗരിതംസ്. ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തോളാം, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ലോഗിൻ്റെ ലോസിലേക്ക് പോവാം. അതിന് മുന്നേ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് ഞാൻ 2⁻3ൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നില്ല. അടുത്തത് ഇഫ് a⁻n is equal to b then log b to the base a is equal to n. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് സോൾവിങ് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻസ്, സിംപ്ലിഫയിങ് എക്സ്പ്രഷൻ, സയൻറ്റിഫിക് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലോഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. നമ്മൾ കുറേ
എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലോഗാണ് പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടീസും പിന്നെ ലോഗിൽ വരുന്ന റൂൾസും. അപ്പോൾ ഈ കോമൺ ലോഗിനെയും കോമൺ ലോഗ് നാച്ചുറൽ ലോഗിനെ പറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബേസ് ഇ ആയിട്ടുള്ളതാണ് നാച്ചുറൽ ലോഗ്, ബേസ് 10 ആയിട്ടുള്ളതാണ് കോമൺ ലോഗ്. ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.718 അങ്ങനെ സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതാ ലോഗ് ബി ടു ദ ബേസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ എയ്ക്കും ബിക്കും പെർമിസിബിൾ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇവിടെ എയ്ക്കും ബിക്കും കൊടുക്കാൻ പറ്റാത്ത വാല്യൂസ് ഉണ്ട്, കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ട്. അപ്പോൾ ബിക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ എനി നമ്പർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. 0നേക്കാൾ വലുതായിട്ടുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ബിയിൽ കൊടുക്കാം. ഓക്കെ, എയിൽ കൊടുക്കാൻ പറ്റുന്ന പെർമിസിബിൾ വാല്യൂ ഈസ് എനി നമ്പർ ഗ്രേറ്റർ ദാൻ 0 ബട്ട് ഇറ്റ് ഷുഡ് നെവർ ബി ഈക്വൽ ടു 1. ബേസ് ഒരിക്കലും 1 ആവാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും 1 ആവാൻ പാടില്ല. പ്ലസ് ബേസും നമ്മുടെ ഇവിടെ കിടക്കുന്ന നമ്പറും എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആവണം, അതായത് പോസിറ്റീവ് നമ്പർ ആവണം. അല്ലാത്ത അവിടെയൊക്കെ എന്താണ്, ഇത് അൺഡിഫൈൻഡ് ആണ്. ബേസ് ഒരിക്കലും 1 ആവാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോഗ് ബേസ് 1 2, ഇതിൻ്റെ അർത്ഥം എന്താ, 1നെ എന്തുകൊണ്ട് പവർ ചെയ്താലാണ് എനിക്ക് 2 കിട്ടുക എന്നല്ലേ. അപ്പോൾ 1നെ എന്തുകൊണ്ട് പവർ ചെയ്താലും എനിക്ക് ഒരിക്കലും 2 കിട്ടില്ല. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ടൈം അങ്ങനെ പോകും. സോ ഇറ്റ് ഈസ് അൺഡിഫൈൻഡ്. അപ്പോൾ നിങ്ങൾ വേറൊരു ഞാൻ അടുത്ത റൂൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതായത് ഒരു റൂളുണ്ട്, ലോഗ് എക്സ് എക്സ് ബേസും നമ്മുടെ മുകളിൽ കിടക്കുന്ന വാല്യൂവും രണ്ടും സെയിം ആണെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്നുണ്ട്. കാരണം എന്താ, എക്സ് റേസ് ടു എന്ത് ചെയ്താലാണ് എക്സ് കിട്ടുക എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. എക്സ് റേസ് ടു 1 ചെയ്താലാണല്ലോ എക്സ് കിട്ടുക. സോ ഇങ്ങനൊരു റൂളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബേസും ഇവിടെയും 1 ആണെങ്കിൽ നമുക്ക് 1 കിട്ടില്ലേന്ന്. കിട്ടില്ല, കാരണം 1ഉം കിട്ടും, വേറെ പല നമ്പറും കിട്ടും. നിങ്ങൾ തന്നെ ആലോചിക്കുക, 1 റേസ് ടു എന്ത് ചെയ്താലാണ് 1 കിട്ടുക. ഓക്കെ, ശരിയാ, 1 റേസ് ടു 1 ചെയ്താൽ എനിക്ക് 1 കിട്ടും. ബട്ട് 1 റേസ് ടു 2 ചെയ്താലും എനിക്ക് 1 കിട്ടും, 1 റേസ് ടു 3 ചെയ്താലും എനിക്ക് 1 കിട്ടും, 1 റേസ് ടു -1 ചെയ്താലും എനിക്ക് 1 കിട്ടും. ഇവിടെ എനിക്ക് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, അങ്ങനെ എല്ലാ വാല്യൂസും വരാം. സോ എന്ത് കേസാണെങ്കിലും നമ്മുടെ ഈ ബേസ് ഒരിക്കലും 1 ആവാൻ പാടില്ല. ആൻഡ് ബേസും നമ്മുടെ ഈ മുകളിൽ കിടക്കുന്ന വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0, അതായത് മസ്റ്റ് ബി പോസിറ്റീവ്. ഓക്കെ, ആ പ്രോപ്പർട്ടിയിൽ ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കണം. പ്രോപ്പർട്ടി അല്ല, അതിൻ്റെ റൂൾസാണ്. നമ്മുടെ പെർമിസിബിൾ വാല്യൂസ്, ഡൊമെയിൻ ഓഫ് ദ ലോഗാണ് അത്. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതായത് ലോഗ് എ ടു ദ ബേസ് ബി ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ ബി റേസ് ടു എ ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ്. പിന്നെ എന്താ, ലോഗ് 1 ടു ദ ബേസ് ബി ഈക്വൽ ടു 0, അതായത് ബീനെ 0 കൊണ്ട് പവർ ചെയ്താലേ 1 കിട്ടൂ. ഓക്കെ, അടുത്തത് ലോഗ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോഗ് ബി ടു ദ ബേസ് ബി ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് ബി റേസ് ടു 1 ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, അടുത്തത് ലോഗ് ഓഫ് പ്രൊഡക്റ്റ്. ഇനി തൊട്ടാണ് നമുക്ക് പുതുതായിട്ട് ഓരോന്ന് വരാൻ പോകുന്നത്. ഞാൻ പറയുന്ന എല്ലാ ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് തലയിൽ കയറ്റാൻ പറ്റും അത്രയും ക്ലിയർ ആക്കിയിട്ട് മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഓക്കെ, ഞാൻ ഈ ലോസൊക്കെ പറഞ്ഞ് വീഡിയോ പോസ് ചെയ്ത് ലോസൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ആദ്യം ലോഗ് ഓഫ് പ്രൊഡക്റ്റ്. ലോഗ് എം എൻ ടു ദ ബേസ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എം പ്ലസ് ലോഗ് എൻ. ബേസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ലോഗ് ഓഫ് കോഷ്യൻ്റ് ഈസ് ലോഗ് എം ഡിവൈഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ. ലോഗ് ഓഫ് എ പവർ, ലോഗ് എം റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് ബി ലോഗ് എം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് നമ്മുടെ ന്യൂമറിക് പാർട്ടിൽ പവർ തന്നിട്ടുണ്ട്, ആൻഡ് ഇഫ് അങ്ങനെ ഒരു പവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പവറിനെ വെച്ച് ലോഗിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതാണ് ഈ റൂള് പറയുന്നത്. ഓക്കെ, അടുത്തത് ചേഞ്ച് ഓഫ് ബേസ് ഫോർമുലയാണ്. ഇതാ ലോഗ് ബി ലോഗ് എ ടു ദ ബേസ് ബി എന്നല്ലേ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ലോഗ് എ ബൈ ലോഗ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താ,
ലോഗ് ബി ടു ദ ബേസ് എ എന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലോഗ് ബി, അതായത് മുകളിൽ കിടക്കുന്നതിനെ സെപ്പറേറ്റ് എഴുതാം. പിന്നെ നമ്മുടെ ബേസിനെ ലോഗ് വെച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, പക്ഷേ ഇവിടെ എന്തായി, ഇവിടെ ഇപ്പോൾ ഒരു ബേസ് ഇല്ലാണ്ടായി. സോ എന്തെങ്കിലും ഒരു ബേസ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ സി എന്നാണ് കൊടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എനി ബേസ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊടുത്ത് ബേസ് സെയിം ആവണം. ഓക്കെ, ഇനി വരുന്ന പ്രോപ്പർട്ടിയാണ് ലോഗ് എ ടു ദ ബേസ് ബി ഇസ് ഈക്വൽ ടു 1 ബൈ ലോഗ് ബി ടു ദ ബേസ് എ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ബേസും മുകളിൽ കിടക്കുന്ന വാല്യൂ ഉൾട്ടയാവും. ഓക്കെ, അതാണ് റെസിപ്രോക്കൽ പ്രോപ്പർട്ടി. പിന്നെ ലോഗ് 1 ബൈ എ ബേസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എ ബേസ് ബി. ഇത് എവിടെ നിന്ന് കിട്ടിയ വെച്ചാൽ നമ്മൾ നേരത്തെ ക്വോഷ്യൻ്റ് റൂൾ പറഞ്ഞില്ലേ, ആ ക്വോഷ്യൻ്റ് റൂൾ ഇവിടെ നേരെ അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്കിത് കിട്ടും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ലോഗ്, ഞാൻ ക്വോഷ്യൻ്റ് റൂൾ ഞാൻ നേരത്തെ പേജിൽ പറഞ്ഞ ക്വോഷ്യൻ്റ് റൂൾ എന്താ, ലോഗ് എം ബൈ എൻ ഇസ് ഈക്വൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നത്, ലോഗ് 1 ബൈ എ എന്നല്ലേ. അപ്പോൾ ലോഗ് 1 ബൈ എ ഇസ് ഈക്വൽ ടു ഞാൻ എഴുതാം ലോഗ് 1 മൈനസ് ലോഗ് എ എന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇതാ ഈ ഒരു പ്രോപ്പർട്ടി. ലോഗ് 1 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സോറി, ലോഗ് 1 ഇസ് 0. ബേസ് എന്തോ ആയിക്കോട്ടെ, ലോഗ് 1 0 ആയിരിക്കും. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബേസ് 2 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനകത്ത് എന്താ, 2വിനെ എന്ത് വെച്ച് പവർ ചെയ്താലാണ് എനിക്ക് 1 കിട്ടാന്നല്ലേ. 2വിനെ എന്ത് വെച്ച് പവർ ചെയ്താൽ എനിക്ക് 1 കിട്ടാം. 2വിനെ 0 വെച്ച് പവർ ചെയ്താലല്ലേ എനിക്ക് 1 കിട്ടാം. സോ അതുകൊണ്ടാണ് പറയുന്നത് ലോഗ് 1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഹിയർ ഈ ലോഗ് 1 മാറി എന്താവും, 0 എന്നാവും, മൈനസ് ലോഗ് എ, ദറ്റ് ഈസ് മൈനസ് ലോഗ് എ. അങ്ങനെയാണ് കേട്ടോ ഈ ആൻസർ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ലോഗ് nth റൂട്ട് ഓഫ് എ എന്താണെന്നാണ്. അപ്പോൾ ലോഗ് nth റൂട്ട് ഓഫ് എനെ എനിക്ക് എങ്ങനെ എഴുതാം, ലോഗ് എ റേസ് ടു 1 ബൈ എൻ എന്ന് എഴുതാം. ഞാൻ ഇൻഡിസസ് പറഞ്ഞ കാര്യമാണ്. അതായത് എ റേസ് ടു 1 ബൈ എൻ ഇസ് ഈക്വൽ ടു nth റൂട്ട് ഓഫ് എ. ഓക്കെ, ഡോണ്ട് ബി കൺഫ്യൂസ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യമാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ടൊന്ന് കേൾക്കുക. ഓക്കെ, അപ്പോൾ ലോഗ് nth റൂട്ട് ഓഫ് എനെ എനിക്ക് ലോഗ് എ റേസ് ടു 1 ബൈ എൻ എന്ന് എഴുതാമല്ലോ. ഇനി ഇതിനെ എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം, ഞാൻ പറഞ്ഞു പവറിനെ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ബൈ എൻ ലോഗ് എ എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാണ്. ലോഗ് ഓഫ് റൂട്ട് 5 എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കിതിലെങ്ങനെ എഴുതാം, ലോഗ് റൂട്ട് 5 എന്ന് വെച്ചാൽ എന്താ, 5 റേസ് ടു 1 ബൈ 2. ഓക്കെ, അതായത് 5 റേസ് ടു 1 ബൈ 2 ആണ് 2th റൂട്ട് ഓഫ് 5. 2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യില്ല, കാരണം ബൈ ഡീഫോൾട്ട് റൂട്ട് എന്ന് എഴുതുമ്പോൾ 2th റൂട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ലോഗ് 5 റേസ് ടു 1 ബൈ 2 എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ലോഗ് 5. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രോപ്പർട്ടീസ്. ഇനി വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ എന്താ പറയണത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലോഗ് എ റേസ് ടു എൻ എന്ന് വന്നാൽ എൻ ഇൻറ്റു ലോഗ് എ എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബേസ് ഉണ്ടെന്ന് വെച്ചോ, ഏതെങ്കിലും ബേസ്. ഇനി ബേസിലാണ് പവർ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബി റേസ് ടു എൻ എ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, മുകളിൽ പവർ വന്നപ്പോൾ നമ്മൾ ആ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ബേസിലാണ് പവർ വരുന്നതെങ്കിൽ ആ പവറിനെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് ബേസ് ബി എ, ബാക്കിയുള്ളത് അതേപോലെ എഴുതാം. ആ പവറിനെ, ബേസിലാണ് പവർ വരുന്നതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക, ന്യൂമറേറ്ററിലാണ് പവർ വരുന്നതെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ വരുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐ മീൻ രണ്ടും കൂടെ വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ലോഗ് എ പവർ ഡി ടു ദ ബേസ് ബി പവർ സി. ഇപ്പം എന്ത് ചെയ്യും, ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും,
സി കൊണ്ട് ഡിവൈഡ് ചെയ്യും, ബാക്കി ലോഗ് എ ബേസ് ബി എന്നുള്ളത് അങ്ങനെ എഴുതും. ഓക്കെ. പിന്നെ വരുന്നൊരു ഫോർമുല, ഈ ഫോർമുലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, പക്ഷേ കുസാറ്റിലും പിന്നെ നിംസെറ്റ് ലെവലിൽ നിന്നൊക്കെ ആണെങ്കിൽ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ എ, അതായത് ഇവിടെ ബേസ് എന്ന് പറയുന്നത് എ ആണ്, എൻ്റെ പവറാണ് ലോഗ്. എന്നിട്ട് ഈ ലോഗിൻ്റെ ബേസും എ ആണ്. ഓക്കെ, നമ്മുടെ ഒറിജിനൽ ബേസും ലോഗിൻ്റെ ബേസും എ ആണ്. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ എക്സ്, ഇവിടെ ലോഗ് എക്സ് ടു ദ ബേസ് എ, എൻ്റെ പവറാണ് ഇത് മൊത്തം. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ എക്സ് ആയിരിക്കും. അതേ നിന്നാണ് ഈ ഫോർമുല കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് എ റേസ് ടു എം ലോഗ് എക്സ് ടു ദ ബേസ് എ. നമുക്ക് ഇവിടുത്തെയും ബേസ് സെയിം ആണ്, അപ്പോൾ നമുക്ക് എക്സ് എന്ന് എഴുതാമായിരുന്നു, പക്ഷേ ഇവിടെ ഈ എമ്മും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഈ എം എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവരാമല്ലോ. നമ്മുടെ നേരത്തെ ഫോർമുല ലോഗ് എക്സ് റേസ് ടു എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ലോഗ് എക്സ്, അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ എമ്മിനെ ഇതിൻ്റെ പവറാക്കി എനിക്ക് എഴുതാം. അതായത് ഇത്രയും നേരം പവറായിരുന്ന സാധനത്തിനെ നമ്മൾ താഴെ കൊണ്ടുവന്നു, ഇനി താഴെ വരുന്ന സാധനത്തിന് നമുക്ക് പവറായിട്ട് നേരെ തിരിച്ചും നമുക്ക് കൊണ്ടുപോവാം. ഓക്കെ, അതായത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി ലോഗ് എം എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് എ എഴുതാം. അപ്പോൾ ഇതിനെ നേരെ തിരിച്ചെഴുതിയിരിക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. സോ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം, എ ലോഗ് എക്സ് ടു ദ ബേസ് എ, ഈ എമ്മിനെ മുകളിൽ കൊണ്ടുപോയി. ഇപ്പോൾ നോക്ക്, ഇവിടുത്തെ ബേസും സെയിം ആയി. ഇനി എനിക്കിതാ ഇവിടെ അപ്ലൈ ചെയ്ത പോലെ ഈ സാധനത്തിന് മാത്രമായിരിക്കും എൻ്റെ റിസൾട്ട്. സോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം എന്നായിരിക്കും. ഓക്കെ, ഈ ഫോർമുലയും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇത്രയും ഫോർമുലാസും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതെല്ലാം നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് പഠിക്കുക. കാണാപ്പാഠം ഫോർമുലാസ് ഒറ്റയടിക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് സ്റ്റോറാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി, ബി റേസ് ടു വൈ ഈക്വൽ ടു സി, സി റേസ് ടു സെഡ് ഈക്വൽ ടു എ, ദെൻ എക്സ് വൈ സെഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ഞാൻ എഴുതിയെടുക്കുകയാണ്. എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി എന്നുള്ളത് ഞാൻ താഴേക്ക് എഴുതിയെടുത്തു. ഇപ്പോൾ നോക്ക്, ഇതിനെനിക്ക് സോൾവ് ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ വാല്യൂ ഈക്വൽ ടു സി റേസ് ടു സെഡ് എന്ന് തന്നിട്ടുണ്ടല്ലോ, അത് ഞാനിപ്പോൾ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എനെ മാറ്റിയിട്ട് ഞാൻ സി റേസ് ടു സെഡിനെ ഇവിടെ ഇടാൻ പോവാണേ. എനെ മാറ്റി സി റേസ് ടു സെഡ് എന്നാക്കി. എ മാത്രമേ മാറിയിട്ടുള്ളൂ, ഈ എക്സ് ഇവിടെ തന്നെ ഉണ്ട്. ഈക്വൽ ടു ബി, റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ അതുപോലെ എഴുതി. ഇനി നോക്കുക, എനിക്ക് സീനെ മാറ്റിയിട്ട് ബി റേസ് ടു വൈ എന്നാക്കാം. ഓക്കെ, സീനെ മാറ്റിയിട്ട് ഞാൻ ബി റേസ് ടു വൈ എന്നാക്കി. ഓക്കെ, സീനെ മാത്രമാണ് മാറ്റിയത്. ഈ സെഡ് അപ്പോൾ ഇവിടെ തന്നെയുണ്ട്, ഈ എക്സും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർമുലാസ് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. ആ ഫോർമുല വെച്ച് എനിക്കിവിടെ എങ്ങനെ എഴുതാം, ബി റേസ് ടു വൈ റേസ് ടു സെഡ് റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഇൻറ്റു സെഡ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അതായത് ബി റേസ് ടു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്, ബി എന്നാണ്. വെറും ബി എന്ന് വെച്ചാൽ എന്താ, ബി റേസ് ടു 1 എന്നാണ്. ഒരു നമ്പർ വെറുതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പവർ 1 ആണെന്നാണ്. ഒരു നമ്പർ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ. സോ ഇവിടെ എനിക്ക് ബേസും ഈ ബേസും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ വരുന്നത്, എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 1. സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ദ റിസൾട്ട് ഈസ് 1. ഇതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്ലാസ്സിലെടുത്തപ്പോൾ തോന്നിയ ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി നല്ല സിമ്പിളാണ്, ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്ക്, ഇതിനെ എനിക്ക് സോൾവ് ചെയ്യണം, പക്ഷേ അതായത് ഇതിനെ എനിക്ക് ആഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലത്തെ സാധനങ്ങളെ ആഡ് ചെയ്യണം എന്നാണ് തന്നിരിക്കുന്നത്, സമ്മാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രോപ്പർട്ടീസ് പ്രകാരം നമ്മുടെ ലോഗ് എം എക്സ് പ്ലസ് ലോഗ് എം വൈ ഇസ് ഈക്വൽ ടു ലോഗ് എം എക്സ് ഇൻറ്റു വൈ, ഇങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഫോർമുല. ഇത് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബേസ് രണ്ടും ഈക്വൽ ആവണമെന്ന് നിർബന്ധമുണ്ട്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ ബേസുകൾ എങ്ങനെയും ഈക്വൽ ആക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഇവിടെ 16, ഇവിടെ 4, ഇവിടെ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ആർ ഓൾ പവേഴ്സ് ഓഫ് 2. അപ്പോൾ നമ്മൾ
2ൻ്റെ പവറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അതായത് ലോഗ് 16 മാറ്റിയിട്ട് ഞാൻ 2⁴ എന്നാക്കി. കാരണം 2⁴ ആണ് 6. എക്സിനെ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ലോഗ് 4നെ ഞാൻ 2² എന്ന് എഴുതി. എക്സിനെ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ലോഗ് 2, ഇവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തില്ല, 2 എഴുതി, എക്സ് എഴുതി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 14. ഈ 14 ഞാൻ ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നമ്മൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ബേസ് എല്ലാം ഈക്വൽ അല്ല. ഒന്ന് 2⁴, 2⁴ എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് പവേഴ്സിനെ മാറ്റണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല ആലോചിച്ചാൽ മതി. ലോഗ് നമ്മുടെ ബേസിലാണ് ഒരു പവർ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പവർ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. അതായത് ലോഗ് BC ഡിവൈഡഡ് ബൈ A എന്ന് വരും അല്ലേ. ബേസിൻ്റെ പവർ വെച്ച് ഡിവൈഡ് ചെയ്യും. അതേപോലെ ഇവിടുത്തെ ബേസിൻ്റെ പവർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കെന്ത് വരും, 1/4 ലോഗ് 2x എന്ന് വരും. പ്ലസ് ഇവിടുത്തെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/2 ലോഗ് 2x. പ്ലസ് ഇവിടെ ഒന്നുമില്ല, അതേപോലെ തന്നെ ലോഗ് 2x. ഓക്കെ, ഇപ്പം എൻ്റെ ബേസൊക്കെ സെയിം ആയി. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ മറ്റേ റൂൾ ഇടണമെങ്കിൽ ഇവിടെ ഈ ഫ്രാക്ഷൻസ് കിടക്കുന്നുണ്ടല്ലോ, ഇതെനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ എനിക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം m × log x = log x⁻m എന്നറിയാലോ. ആ ഫോർമുല ഞാൻ ഇടാൻ പോവാണ്. അതായത് ഈ 1/4-നൊക്കെ എക്സിൻ്റെ പവർ ആക്കാൻ പോവാണ്. ലോഗ് 2x⁻1/4 പ്ലസ് ലോഗ് 2x⁻1/2 പ്ലസ് ലോഗ് 2x എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബേസ് ഈക്വൽ, ഈ ബേസ് സെയിം ആയി, ഇതിൻ്റെ ബേസും ഇതിൻ്റെ ബേസ് എല്ലാത്തിൻ്റെയും ബേസ് ലോഗ് 2 ആയി. ഓക്കെ, ഇനി നമുക്ക് സുഖമായിട്ടിത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗ് A പ്ലസ് ലോഗ് B പ്ലസ് ലോഗ് C, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഫോർമാറ്റ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ലോഗ് A × B × C എന്ന് എഴുതാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രൊഡക്റ്റ് റൂൾ നേരത്തെ സ്ലൈഡ്സിലുണ്ട്. അതായത് ഞാൻ 2 ടേംസിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 2 ടേമിന് മാത്രമല്ല, എത്ര ടേമിനാണെങ്കിലും ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം, ലോഗ് x⁻1/4 × x⁻1/2 × x ടു ദ ബേസ് 2 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്ക്, x⁻a × x⁻b എന്ന ഫോർമുലയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. x⁻a × x⁻b = x⁻a + b എന്ന് എഴുതാമല്ലോ. സോ അങ്ങനെ ഞാനിവിടെ എന്ത് എഴുതാൻ പോകണം, ലോഗ് ബേസ് 2 x⁻1/4 + 1/2 + 1 വെറും 1 എന്ന് എഴുതി. അപ്പോൾ 1 + 1/2 3/2. ഈ 3/2 + 1/4 എത്രയാണ്, +1/4 = 3×4 = 12 + 2/8 = 14/8. ക്യാൻസൽ ചെയ്യുമ്പോൾ 2×4 = 8 and 2×7 = 14. സോ 7/4 എന്നാണ് ഇവിടെ വരിക. ലോഗ് ബേസ് 2 ലോഗ് ബേസ് 2 x⁻7/4. ഓക്കെ, പിന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ എഴുതാൻ പോകണം. അപ്പോൾ ലോഗ് ബേസ് 2 x⁻1/4, ഇതാണ് നമ്മുടെ 7/4. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയ. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതാണ്. ദാറ്റ് ഈസ് 14. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ലോഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലോഗും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ ലോഗ് 2 ടു ദ ബേസ് 2 തന്നെ കൊടുത്തു. ബേസ് 2 ആയി കൊടുക്കാൻ കാരണം എന്താ, ബേസ് 2 തന്നെ ആവണം, എന്നാലേ നമുക്കതിന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ ഒരു സാധനം എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അത് ഇട്ട് കൊടുക്കണ്ടേന്ന്. കൊടുക്കണ്ട, കാരണം ഇവിടെ എന്താ, ഇവിടെ ലോഗ് 2 ടു ദ ബേസ് 2 ആണ്. അപ്പോൾ മുകളിൽ കിടക്കുന്ന വാല്യൂ നമ്മുടെ ബേസ് വാല്യൂ സെയിം ആണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെയാണ്. സോ ദർ ഇസ് നോ ഡിഫറൻസ്. സോ നിങ്ങൾക്ക് ബേസും മുകളിൽ കിടക്കുന്ന വാല്യൂ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോഴും എനിക്കിത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താ, ഇവിടെ 14 കിടക്കുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും, ഈ 14നെ ഇതിൻ്റെ പവറാക്കി എഴുതും. നേരത്തെ പറഞ്ഞ ഫോർമുലാസ് തന്നെയാണ്. അപ്പോൾ ലോഗ് 2 x⁻7/4 = ലോഗ് 2 തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു സെക്കൻഡ്,
അതെ അതെ ലോഗ് 2^2 കിട്ടി. ഇപ്പോൾ നമുക്ക് ഇവിടെയും ലോഗ് 2 മാത്രമായി, ഇവിടെയും ലോഗ് 2 മാത്രമായി. പിന്നെ ഇത് ജസ്റ്റ് അതിൻ്റെ വാല്യൂ പാർട്ടാണ്. സോ ഇത് ഈ ലോഗ് 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വന്ന് x⁴ ഈസ് ഈക്വൽ ടു 2^14 എന്ന് വന്നു. ഇവിടുത്തെ 7/5 കളയാൻ വേണ്ടിയിട്ട് ഞാനിതിനെ 4/7 കൊണ്ട് പവർ ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 4/7 കൊണ്ട് പവർ ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും 4/7 കൊണ്ട് പവർ ചെയ്തു. ഇതും ക്യാൻസലായി. അപ്പോൾ x ഈക്വൽ ടു 2^14 ഇൻറ്റു 4/7 എന്ന് ചെയ്തു. ഈ ഇൻറ്റു എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ a⁴n a⁴m × n ഇല്ലേ, അത് അങ്ങനെയാട്ടോ ഇത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാനിനി ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 പോയി, 14 പോയി, 2 ആയി. അപ്പോൾ 2 4 8, x ഈക്വൽ ടു 2^8, ദാറ്റ് ഈസ് ഈക്വൽ ടു 256 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോഗ് 4 1/4 ഈക്വൽ ടു x ആണെങ്കിൽ x എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 4 ആയിരുന്നു എന്നുണ്ടെങ്കിൽ 1 ആയിരുന്നു. പക്ഷേ ഇവിടെ 4 എന്നല്ല 1/4 തന്നിരിക്കുന്നത്. അപ്പോൾ 1/4 എന്ന് വെച്ചാൽ എന്താ, 4⁻1 എന്നാണല്ലോ. അപ്പോൾ 1/4 മാറ്റിയിട്ട് എനിക്ക് 4⁻1 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെനിക്ക് എങ്ങനെ എഴുതാം, ലോഗ് 4⁻1⁴ എന്ന് എഴുതാം. അപ്പോൾ ഇതിന് പവറിന് എന്ത് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം. വീണ്ടും റൂൾസ് എഴുതുന്നില്ല, നിങ്ങളൊന്ന് വാക്യൂം ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ കിട്ടി. അപ്പോൾ ലോഗ് 4 എന്താ 1 ആണ്, ഇൻറ്റു -1, സോ ദാറ്റ് ഈസ് ഈക്വൽ -1 ആണ് ഇതിൻ്റെ ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മുടെ ലോഗരിതത്തിൽ ആകെ 3 ക്വസ്റ്റ്യൻസേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോത്തെ ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ആഡ് ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ ഇതിലേതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. 0.2 ഇറാഷണൽ നമ്പർ ആണോ? അല്ല, 0.2 ഒരു റാഷണൽ നമ്പറാണ്. സോ ദിസ് ഇസ് ഫോൾസ്. -1/3 ഒരു റാഷണൽ നമ്പർ ആണോ? ആണ്. ഓക്കെ, ഇവിടെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ നമ്മുടെ വീഡിയോ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. റാഷണൽ നമ്പർ ആവണമെങ്കിൽ ജസ്റ്റ് അതൊരു p/q ഫോം ആയാൽ മതി. ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഒരു p/q ഫോം. അപ്പോൾ അത് ഈസ് എ റാഷണൽ നമ്പർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അത് ട്രൂ ആണ്. സോ ദിസ് ഇസ് ട്രൂ. ഇവിടെ 0.2 ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 0.2 എന്ന് വെച്ചാൽ എന്താ, 1/5 അല്ലേ, ഇതൊരു p/q ഫോം ആണല്ലോ. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി റാഷണൽ നമ്പർ. സോ ഇത് ഫോൾസ് ആണ്. അല്ലെങ്കിൽ ഇപ്പം റാഷണൽ നമ്പർ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ 2 റൂൾസ് പറഞ്ഞിരുന്നു. ഒന്ന് ടെർമിനേറ്റിംഗ് ആവണം, അല്ലെങ്കിൽ റെക്കറിങ് ആവണം. ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിൻ്റ് വാല്യൂസ് ഉണ്ടെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻ്റ് വാല്യൂസ് ആയിട്ടാണെങ്കിൽ അത് റാഷണൽ നമ്പർ ആണ്. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻ്റ് വാല്യൂസ് അല്ലേ പോയിൻറ്റിന് ശേഷമുള്ളൂ. ആകെ 2 മാത്രമേ ഉള്ളൂ, ഒരു ഒറ്റ നമ്പർ, അതവിടെ നിർന്നു, ടെർമിനേറ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. പിന്നെ രണ്ടാമത്തെ റൂൾ റെക്കറിങ് ആവണം. അതായത് 0.2222222 വിച്ച് മീൻസ് 0.2 ഡാഷ്. ഇതിൻ്റെ അർത്ഥം എന്താ, ഒരേ നമ്പർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള നമ്പർ. ഫോർ എക്സാമ്പിൾ 21 എന്ന് കൊടുക്കാം. അപ്പോൾ 0.212121 ഇങ്ങനെ പോയാലും അത് റാഷണൽ നമ്പറാണ്. പിന്നെ 0.5212121 ഇങ്ങനെ പോയാലും അത് റെക്കറിങ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ റാഷണൽ നമ്പർ. ഇറാഷണൽ ആണെങ്കിൽ 0.1234167 ഒരു ബന്ധമില്ലാണ്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലാണ് ഇത് ഇറാഷണൽ. അല്ലെങ്കിൽ 0.1010001000 ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇറാഷണൽ. ഇതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഒന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ റൂട്ട്. സോ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ആൻസർ കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾ സമയം കളയരുത്, വെറുതെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ചെക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത്രയും ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ടിക്ക് ചെയ്യുക. അൺലെസ് ആൻഡ് അൺടിൽ മറ്റേ A and B ചെക്ക് ആർ കറക്റ്റ് എന്നൊക്കെ വീഡിയോ. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട അടുത്തതിലേക്ക് പോകണം. ഇവിടെ ഇപ്പോൾ √-5 റിയൽ നമ്പറാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ അല്ലാണ്ട് വരുന്ന നമ്പേഴ്സിനെ വിളിക്കുന്നതാണ്, റിയൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇമാജിനറി നമ്പേഴ്സ് എന്ന് വെച്ചാൽ അയോട്ടയുള്ള നമ്പറാണ്. അയോട്ട എന്ന് വെച്ചാൽ √-1 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ √-5 എന്നല്ലേ, ഇറ്റ് ഈസ് ഈക്വൽ ടു √5 × √-1. സോ √-1 അല്ലെങ്കിൽ നമ്മുടെ അയോട്ട വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ റിയൽ നമ്പർ. സോ ദിസ് ഇസ് ഓൾസോ ഫോൾസ്.
root 2 is a rational number, root 2 is definitely a irrational number. So this is also false. Okay. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ട്രാ ആക്കിയിട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ ഇൻസെറ്റിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ജസ്റ്റ് നോക്കി വെക്കുക, നല്ലതാണ്. വരുമോ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമോ എന്ന് എനിക്കറിയില്ല. ലോഗ് 2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ 2⁻64 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2⁻64നെ ഞാനിങ്ങനെ എഴുതാം. ലോഗ് ഫോർമിൽ എഴുതാൻ പോവാം. ലോഗ് 2⁻64 എന്നുള്ള ഫോമിൽ എഴുതാൻ പോവാം. അപ്പോൾ ലോഗ് 2⁻64 എന്ന് വെച്ചാൽ എന്താ? 64 ഇൻറ്റു ലോഗ് 2 പ്രോപ്പർട്ടീസാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 64 ഇൻറ്റു ലോഗ് 2 എന്ന് എനിക്ക് എഴുതാമല്ലോ. ലോഗ് 2 എന്താ? ലോഗ് 2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 64 ഇൻറ്റു 0.3010. അപ്പോൾ 64 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു 19.2640 എന്ന് കിട്ടും. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് വെച്ചാൽ 19.2640 എന്നല്ല, ഈ ലെഫ്റ്റ് ഡെസിമൽ പാർട്ടിൻ്റെ മുന്നേ ഉള്ള പാർട്ടുണ്ടല്ലോ അതെടുക്കുക, 19 പ്ലസ് 1 ചെയ്യുക. സോ 20 എന്ന് കിട്ടും. 20 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇത് ഞാൻ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞില്ലേ, എക്സ്ട്രാ ഉള്ള ഫോർമുലയാണ്, വേണമെങ്കിൽ നോക്കിയാൽ മതിയെന്ന്. ആ ഫോർമുലയിൽ നിന്നും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫോർമുല അറിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് പോലും വേണ്ട, 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ്. അപ്പോൾ 25 പവർ ലോഗ് ബേസ് 5 4. അപ്പോൾ 25നെ എനിക്ക് എങ്ങനെ എഴുതാം? 5⁻5 ഇൻറ്റു ലോഗ് ബേസ് 5 4. നേരത്തെ പറഞ്ഞ ഫോർമുല എന്താണെന്ന് ഓർമ്മയുണ്ടോ? a⁻log b to the base a is equal to b. സോ ഇവിടെ നോക്ക്, ഇതിപ്പോൾ ഇങ്ങനൊരു ഫോർമുല ഉണ്ടായിരുന്നില്ലേ, ആ ഫോർമാറ്റിലാണ് ഇതിവിടെ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. 5 log 4⁵5 to the base, സോറി 5 സ്ക്വയർ ആണല്ലോ, 5 സ്ക്വയർ ഇങ്ങനെ എഴുതാം. സോ ഇതിൻ്റെ ആൻസർ ഇസ് 4 സ്ക്വയർ, ദാറ്റ് ഇസ് 16. ഞാൻ ആ ഫോർമുല നേരത്തെ വൃത്തിക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. log to the base 2 of log to the base 3 of log to the base 3 of x equal to 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇവിടെ എന്താ തന്നിരിക്കുന്നത്. ഇവിടെ ലോഗ് ബേസ് 2 എന്നിട്ട് സംതിങ് ഈസ് ഈക്വൽ ടു 1. സോ വി ഹാവ് ടു നോ log 2 ആണെങ്കിൽ ഇത് 1 ആകുമെന്ന് നമുക്കറിയണം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ഭാഗത്ത് ഉള്ള സാധനത്തിനെ നമ്മൾ 2 കൊണ്ട് ഇക്വേറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ലോഗ് ബേസ് 3 ഓഫ് എക്സ് ഈക്വൽ ടു 2. കാരണം ഇത് 2 ആയാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുലയ്ക്ക് കൊണ്ടുവരാൻ പറ്റൂ. എന്നാൽ മാത്രമേ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആവുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ ലോഗ് ബേസ് 3 ലോഗ് ബേസ് 3 ഓഫ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ലോഗ് ബി ബേസ് എ ഈസ് ഈക്വൽ ടു സി എന്ന് വെച്ചാൽ എന്താണ്? a⁻c ഈക്വൽ ടു ബി എന്നാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബേസിനെ എനിക്കിതുപോലെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? ഇവിടുത്തെ ഈ ബേസിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സീനെ പവറാക്കല്ലേ ചെയ്തേ. അതുപോലെ എനിക്കിവിടെ എന്ത് ചെയ്യാം? ഈ ബേസിലുള്ള 3നെ ഇങ്ങനെ കൊണ്ടുപോകാം, എന്നിട്ട് 2നെ പവറാക്കാം, എന്നിട്ട് ഈ ഭാഗത്തിനെ അങ്ങനെ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ലോഗ് എക്സ് ബേസ് 3 നമ്മുടെ ഫോർമുലാസാണ്. നേരത്തെ പറഞ്ഞ ഫോർമുലാസൊക്കെ വെച്ച് ആണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ 3 സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ നമുക്കിതിൻ്റെ എങ്ങനെ എഴുതാം? ലോഗ് എക്സ് ബേസ് 3 ഈസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. വീണ്ടും എനിക്ക് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 3⁻9 എന്ന് കിട്ടും. 3⁻9 ആയിരിക്കും ഓപ്ഷൻസിൽ ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അതായത് ലോഗ് ഒരു
ബേസ് ബി ലോഗ് ബി ബേസ് എ ഈക്വൽ ടു സി എന്നതിൻ്റെ അർത്ഥം എ റേസ് ടു സി ഈസ് ഈക്വൽ ടു ബി എന്നാണ്. സോ ഇതിൻ്റെ ഇവിടുത്തെ അർത്ഥം 3 റേസ് ടു 2 ഈസ് ഈക്വൽ ടു ദിസ് പാർട്ട് എന്നാണ്. ഇവിടുത്തെ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ അർത്ഥം 3 റേസ് ടു 9 ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത്. അടുത്തത് ലോഗ് ബേസ് 7 ഓഫ് റൂട്ട് 7. അപ്പോൾ ഇവിടെ ഈ റൂട്ട് 7 ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ റൂട്ട് 7 എന്ന് വെച്ചാൽ എന്താ, 7 റേസ് ടു 1/2 ഈസ് ഈക്വൽ ടു റൂട്ട് 7. സോ എനിക്കിങ്ങനെ എഴുതാം, റൂട്ട് 7 ഈ റൂട്ട് 7 മാറ്റിയിട്ട് ഞാൻ 7 റേസ് ടു 1/2 എന്ന് എഴുതി. അപ്പോൾ 7 ഇവിടെ എന്താണ്, 7 റേസ് ടു 1ഉം 7 റേസ് ടു 1/2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 3/2. റൂട്ട് 7 റേസ് ടു 3/2. അഗെയിൻ വി നോ റൂട്ട് 7 ഈസ് 1/2. സോ ഇതെങ്ങനെയായി, റൂട്ട് 7 ഈ റൂട്ട് മാറിയിട്ട് 7 റേസ് ടു 1/2ഉം പിന്നെ നമ്മുടെ ഓൾറെഡി ഇവിടെ കിടക്കുന്ന 3/2. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ ഇല്ലേ. സോ ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 7 ഇൻറ്റു 7 റേസ് ടു 3/4 എന്ന് കിട്ടും. അഗെയിൻ നമ്മുടെ സാധാ ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 + 3/4 എത്രയാണ്, 4 + 3/4 ദാറ്റ് ഈസ് 5/4. 7 റേസ് ടു 5/4. അപ്പോൾ വി നോ ദാറ്റ് 7 റേസ് ടു 5/4. വി നോ ദാറ്റ് റൂട്ട് എന്ന് വെച്ചാൽ റേസ് ടു 1/2 എന്നാണ്. സോ യു വിൽ ഗെറ്റ് 7 റേസ് ടു 5/8 അല്ലേ. 7 റേസ് ടു 5/8 എന്നല്ലേ വരുന്നത്. സോറി ഇവിടെ ഞാൻ ആഡ് ചെയ്ത് തെറ്റുപോയി. 4 ഇൻറ്റു അതായത് ഇവിടെ എന്താ 1 + 3/4 എന്നല്ലേ. 1 + 3/4 എന്ന് വെച്ചാൽ എന്താ 4 + 3/4 എന്നല്ലേ, വിച്ച് ഇസ് ഇവിടെ 7/4 എന്നാണ്. സോറി, ദിസ് ഇസ് 7 റേസ് ടു 7/4. അപ്പോൾ ദാറ്റ് ഇസ് ഇവിടെ 7 റേസ് ടു 7/8. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ റൂട്ട് പാർട്ടിനെ മൊത്തം നമ്മൾ സോൾവ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 7 റേസ് ടു 7/8. അപ്പോൾ ഞാനതിങ്ങനെ എഴുതാൻ പോണ്, ലോഗ് ബേസ് 7 7 റേസ് ടു 7/8 ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൽ ലോഗ് റേസ് ടു 7 ബേസും ഇതും 7 എന്നല്ലേ വരുന്നത്. ഒരു സെക്കൻഡ്, 7 റേസ് ടു 7/8 അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെങ്ങനെ എഴുതാം, ഇതിന് ലോഗ് 7 ഈ 7/8നെ എനിക്ക് പുറത്തേക്ക് എടുക്കാം. ലോഗ് 7 ഇങ്ങനെ എഴുതാം. ലോഗ് 7 എന്താണ്, 1 ആണ്. സോ ബാക്കി എന്താ എനിക്ക് കിട്ടുന്നത്, ലോഗ് ബേസ് 7/8 എന്നാണ് കിട്ടുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് 7 ബേസ് 7 മൈനസ് ലോഗ് 8 ബേസ് 7, അതായത് ലോഗ് a/b ഈസ് ഈക്വൽ ടു ലോഗ് a മൈനസ് ലോഗ് b. ആ ഫോർമുലയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇനി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലോഗ് 7 എന്ന് വെച്ചാൽ എന്താ, അഗെയിൻ ഇറ്റ് ഈസ് 1. സോ 1 മൈനസ് ലോഗ് 7 8. നമ്മുടെ ഓപ്ഷൻസിൽ ഇതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. ഇനി ഓപ്ഷൻസിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. ഈ 8നെ മാറ്റിയെങ്കിൽ 2 റേസ് ടു 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 1 മൈനസ് ലോഗ് 2 റേസ് ടു 3 ബേസ് 7 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇനിയും സോൾവ് ചെയ്യാം. ഈ 3നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് 3 ഇൻറ്റു ലോഗ് 2 ബേസ് 7 ഇങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പോൾ
ഇതിന് ഇതിൽ കൂടുതൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷൻസിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ആൻസർ. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ ഇത് നിംസെറ്റ് ലെവലാണെങ്കിലും നിങ്ങൾക്ക് ബേസിക് പ്രോപ്പർട്ടി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിനെ സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം log b to the base a is equal to log b by log a and you can give anything as the base എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോർമുല ഇതിൽ മൊത്തം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വി വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ log 4 to the base 4നെ എനിക്ക് എങ്ങനെ എഴുതാം? log 4 by log 3. അതുപോലെ log 5 base 4നെ log 5 by log 4 അങ്ങനെ ഓരോന്ന് എഴുതാണ്. log 6 by log 5, log 7 by log 6, log 8 by log 7, log 9 by log 8. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന സാധനങ്ങൾ ക്യാൻസൽ ചെയ്യാം. log 4 log 4, log 5 log 5, log 6 7 7 8 8. ബാക്കി എന്താ വന്നത്? log 9ഉം log 3ഉം. അപ്പോൾ log 9 എന്ന് വെച്ചാൽ എന്താ? log 3ൻ്റെ സ്ക്വയർ അല്ലേ? log 3 എന്ന് വെച്ചാൽ എന്താ? log 3 തന്നെ. ഓക്കെ. അപ്പോൾ ഒരു സെക്കൻഡ്. അപ്പോൾ ഈ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 log 3 by log 3 എന്ന് എഴുതാം. അപ്പോൾ ഈ log 3 ക്യാൻസൽ ചെയ്താൽ 2 ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. വേറെ ഇനി ക്വസ്റ്റ്യൻസ് ഇല്ല. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ധാരാളമായിരിക്കും. നിങ്ങൾ മാക്സിമം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അതൊക്കെ സോൾവ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.